നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ നോൻപ് ഉടമ്പടിയുടെ നോൻപ് കാലമാണ്. നോൻപിൻ്റെ ഉടമ്പടി നോൻപ് കാലവും രണ്ട് അനുഗ്രഹമാണ് നമുക്ക് ഒരുമിച്ച് വരേണ്ടത്. കാര്യം തമ്മിൽ യോജിച്ച് പോകുന്നതാണ് ഈ നോൻപ് കാലം. അപ്പോഴെന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യണം. ക്ഷമിക്കുന്നതായാലും വിട്ടുകൊടുക്കുന്നതായാലും അവരത് ചെയ്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്നുള്ളതല്ല. ചില അതിർത്തി തർക്കങ്ങൾ ഇടവകയുണ്ട്. ഇപ്പം ഞാനിങ്ങനെ ഈ രണ്ട് കക്ഷികളെ വിളിപ്പിക്കും, പിന്നെ ഓരോരുത്തരെയും വിളിപ്പിക്കും. എന്നിട്ട് എനിക്ക് എൻ്റെ ഉപദേശം കേൾക്കാൻ സാധ്യതയുള്ളവരെ കൂടുതലായിട്ട് ഞാൻ കൂടുതൽ നഷ്ടപ്പെടുത്താൻ പറയും. എന്താ ഞാൻ സാരമില്ല, നീ എത്ര നീട്ടിയിട്ട് വെയിലിട്ട് ചാപ്പ് പോസ്റ്റ് ചെയ്യുക, അവൻ കൊണ്ടുപോയിക്കൊണ്ടെന്ന് പറയും. അവൻ കൊണ്ടുപോയിക്കൊണ്ടെന്ന് പറയും. ചില ആൾക്കാർ ഒരു 10 ഒരു പിടി മണ്ണിനെ വിട്ടുകൊടുക്കത്തില്ല. എന്നിട്ട് തമ്മിൽ കുത്തി അവളെ ചത്തുകളെ കാണാം. അതിർത്തി തർക്കം ഉണ്ടായിട്ട് എന്തുമാത്രം മരണമാണ് നടന്നിരിക്കുന്നത്. വളരെ കേസ് വരുമ്പോൾ അതിർത്തി തർക്കമല്ലേ വിട്ടുകൊടുക്കുന്നത്. 5 പിടി മണ്ണ് വിട്ടുകൊടുക്കുന്നത്. അതായത് കുരങ്ങ് ഇതിനകത്ത് പിടിപ്പെട്ടിട്ടില്ലേ? കുരങ്ങിനെ പിടിക്കണ എങ്ങനെയാണ്? ഈ കരിക്ക് തുളച്ചിട്ട് അതിനകത്തുള്ള സാലൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരുണ്ട ശർക്കര എടുത്ത് കരിക്ക് തുളച്ചിട്ട് അതിനകത്ത് ഇടും. അപ്പൊ കുരങ്ങ് എന്ത് ചെയ്യും? കുരങ്ങ് ഓടി വന്നിട്ട് കരിക്ക് അടത്തിയിടുന്ന കുരങ്ങാണ് എന്നെ പിടിക്കുന്ന പരിപാടിയാണ്. ഓടി വന്നിട്ട് ഈ കരിക്കിനകത്ത് കൈയിടും. കൈയിട്ട് കഴിഞ്ഞാൽ ആ ശർക്കര കൊണ്ട് പിടിക്കും. പക്ഷെ നമ്മൾ തല്ലാൻ വേണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ കുരങ്ങുണ്ട് ആ ശർക്കര കൊണ്ടെന്ന് വിടത്തിലിരിക്കും. അവനങ്ങനെ പിടിച്ചോണ്ട് തന്നെ ഇരിക്കും. അപ്പോഴുണ്ട് ഈ വീട്ടുകാരൻ വന്ന് അവൻ തല്ലിക്കൊല്ലും. എന്താ കാര്യം? അവനത് ശർക്കര കൊണ്ട് വിട്ടിട്ട് പോതാൽ മതി, ആ രക്ഷപ്പെട്ട് പോയതിനാ. പക്ഷെ അവൻ വിടത്തില്ല. അതിനാണ് മർക്കട മുട്ടി എന്ന് പറയണത്. കുരങ്ങിനെ പിടിക്കണേ മർക്കട മുട്ടി. കരിക്ക് നേർത്തിട്ടുണ്ട്. കരിക്ക് ആ ശർക്കര ഉണ്ടെങ്കിൽ അവൻ പിടിച്ച് വിടത്തില്ല. ഇതുപോലെ 50 ഗ്രാം മണ്ണ് 100 ഗ്രാം മണ്ണിന് വേണ്ടി കോടതി കയറി ഇറങ്ങുന്ന കുരങ്ങന്മാരുണ്ട്. അവരൊക്കെ ഈ ഉറപ്പടി എടുത്തിട്ട് കാര്യം എന്ന് പറയണേ, മനസ്സിലായില്ലേ? മണ്ണിന് വേണ്ടി 12 കൊല്ലം കോടതി വക്കീലിനും ജഡ്ജിനും അതിൻ്റെ ആ സ്ഥലത്ത് ആ പറമ്പിന്റെ മൊത്തം കാശ് കൊടുക്കും. എന്നാലും വിട്ടുകൊടുക്കത്തില്ല. ഇങ്ങനെയുള്ള കുരങ്ങന്മാർ ഉടമ്പടിക്കാതിരിക്കണം നല്ലത്.